രാഷ്ട്രീയം തന്റെ മുഴുവൻ സമയ ജോലിയായി താൻ കണക്കാക്കുന്നില്ലെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിക്കാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് യോഗി ആദിത്യനാഥ് തന്റെ രാഷ്ട്രീയ അഭിലാഷങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: നോക്കൂ, ഞാൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എന്റെ പാർട്ടി എന്നെ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്. രാഷ്ട്രീയം എനിക്ക് മുഴുവൻ സമയ ജോലിയല്ല. നിലവിൽ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഒരു യോഗിയാണ്, അദ്ദേഹം എടുത്തു പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഉള്ളിടത്തോളം കാലം അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതിലും ഒരു സമയപരിധി ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ബിജെപിയുടെ പ്രത്യയശാസ്ത്ര ഉപദേഷ്ടാവായ RSS സെപ്റ്റംബറോടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും നരേന്ദ്രമോദിയെ രാജിവെപ്പിച്ച് പുതിയ നേതൃത്വത്തിന് വഴിയൊരുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് ആരോപിച്ചിരുന്നു. നാഗ്പൂരിലെ RSS ആസ്ഥാനം സന്ദർശിച്ചപ്പോൾ ചില മുതിർന്ന BJP നേതാക്കൾ പിന്തുടരുന്ന അനൗപചാരിക വിരമിക്കൽ പ്രായത്തെക്കുറിച്ച് പരാമർശിച്ച് RSS നേതാക്കൾ പ്രധാനമന്ത്രിയെ 75 വയസ്സ് മാനദണ്ഡം ഓർമ്മിപ്പിച്ചതായി റാവുത്ത് അവകാശപ്പെട്ടിരുന്നു. അതേസമയം സഞ്ജയ് റാവുത്തിന്റെ വാക്കുകൾക്കെതിരെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും BJP നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്തെത്തി. മോദിയാണ് തങ്ങളുടെ നേതാവെന്നും മറ്റൊരാളെ ഇപ്പോൾ കണ്ടെത്തേണ്ട കാര്യമേയില്ലെന്നും ഫട്നാവിസ് പറഞ്ഞു. 2029-ലും നരേന്ദ്രമോദി തന്നെയായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രി. നമ്മുടെ സംസ്കാരത്തിൽ പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിൻഗാമിയെക്കുറിച്ച് സംസാരിക്കുന്നത് അനുചിതമാണ്. ഇപ്പോൾ പിൻഗാമിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടില്ല. ഇതൊക്കെ മുഗൾ സംസ്കാരമാണ് എന്ന് ഫട്നാവിസ് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. നിലവിൽ 3ാം തവണയും പ്രധാനമന്ത്രി സ്ഥാനത്ത് സേവനമനുഷ്ഠിക്കുന്ന മോദിക്ക് സെപ്റ്റംബറിൽ 75 വയസ്സ് തികയും. ഇതു സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കിടെയാണ് യോഗി ആദിത്യനാഥിന്റെ പരാമർശം. അതേസമയം BJPയും RSSും ഇത്തരം അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് 2029-ലും നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. അതിനിടെ BJP ദേശീയ നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന റിപ്പോർട്ടുകൾ യോഗി ആദിത്യനാഥ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അത്തരം ഒരു ചോദ്യം പോലും എവിടെ നിന്നാണ് വരുന്നത്? എല്ലാത്തിനുമുപരി പാർട്ടി കാരണമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കേന്ദ്ര നേതാക്കളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ എനിക്കിവിടെ ഇരിക്കാൻ കഴിയുമോ? തിരഞ്ഞെടുപ്പ് ടിക്കറ്റ് വിതരണം പാർട്ടിയുടെ പാർലമെന്ററി ബോർഡാണ് നടത്തുന്നത്. എല്ലാ കാര്യങ്ങളും പാർലമെന്ററി ബോർഡിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ആർക്കും എന്തും പറയാം. ഒരാളുടെ വായ അടപ്പിക്കാൻ കഴിയില്ല എന്നാണ് യോഗി ആദിത്യനാഥ് തുറന്നടിച്ചത്. യോഗി ആദിത്യനാഥ് തുടർച്ചയായി 2 തവണയായി 9 വർഷമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയാണ്. അതേസമയം 2024-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ BJPക്ക് തിരിച്ചടി നേരിട്ടിരുന്നു. 2019-ൽ 62 സീറ്റുകൾ നേടിയിടത്തു നിന്ന് 33 സീറ്റാണ് ഇത്തവണ BJPക്ക് സംസ്ഥാനത്ത് നിന്ന് ലഭിച്ചത്.